2016 കേരളത്തിൻ്റെ ഓരോ മേഖലയും എത്രമാത്രം പ്രശ്നങ്ങളാണ് നേരിട്ടിരുന്നത് എന്നത് നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ്. കേരളത്തിൻ്റെ മനസ്സിലുള്ള കാര്യമാണ്. 2016 എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക ദുരന്തം നമുക്ക് നേരിടേണ്ടി വന്ന ഒരു കാലയളവല്ല. UDF ഭരണം എന്ന പ്രതിഭാസമല്ലാതെ പ്രത്യേകമായി പ്രകൃതി ദുരന്തങ്ങളോ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ച മാരക രോഗങ്ങളോ അതൊന്നും ആ ഘട്ടത്തിൽ നമുക്ക് നേരിടേണ്ടി വന്നിരുന്നില്ല. പക്ഷേ UDF അധികാരത്തിലുണ്ടായിരുന്നു എന്നതിൻ്റെ ഭാഗമായി ഏതൊരു സർക്കാർ അധികാരത്തിലുണ്ടായാലും നാടിൻ്റെ പൊതുവായ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ചെയ്യുക. എന്നാൽ UDF ചെയ്തത് നേരെ വിപരീതമായിരുന്നു. ഓരോ മേഖലയെയും എങ്ങനെയൊക്കെ തകർക്കാം, ഏതെല്ലാം രീതിയിൽ പുറകോട്ടടിപ്പിക്കാം, ഇതിനാണ് UDF മെനക്കെട്ടത്. നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമായതുകൊണ്ട് പെട്ടെന്നാരും മറന്നു പോകാനിടയില്ല. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ഏറ്റവും വലിയ മേന്മ എന്ന രീതിയിൽ അവകാശപ്പെടുന്ന മേഖലകൾ പോലും തകർന്നുപോയി. നവോത്ഥാന കാലത്തിൻ്റെ തുടർച്ചയായി കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള ഇടപെടലുകൾ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ആദ്യം അധികാരത്തിൽ വന്ന EMSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ, അതിൻ്റെയെല്ലാം ഭാഗമായി സാർവത്രിക വിദ്യാഭ്യാസം വലിയ തോതിൽ കരുത്താർജിച്ച സംസ്ഥാനമായിരുന്നു നമ്മുടേത്. ഏറ്റവും വലിയ പ്രത്യേകത പൊതുവിദ്യാഭ്യാസ മേഖലയുടെ കരുത്ത് തന്നെയായിരുന്നു. പക്ഷേ 2016 പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവരെല്ലാം വലിയ മനോവേദനയിലായി. 1000-ൽ പരം സ്കൂളുകൾ അടയാൻ പോകുന്നു, പൂർണ്ണമായും പൂട്ടിയിടാൻ പോകുന്നു. 5 ലക്ഷം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ പൊതുവിദ്യാഭ്യാസ മേഖല തകരാൻ പോകുന്നു. LDF വന്നു. ആ തകർച്ചയിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇപ്പോൾ കേരളത്തിൽ എവിടെ നോക്കിയാലും പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള സ്കൂളുകൾ തലയെടുപ്പോടെ നിൽക്കുകയാണ്. അക്കാദമിക് രംഗം കൂടുതൽ ശക്തമായിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ രീതികൾ പരിശോധിച്ച് മെച്ചപ്പെട്ടത് എവിടെയെന്ന് പരിഗണിക്കുന്ന നീതി ആയോഗ് തുടർച്ചയായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് ഒന്നാം സ്ഥാനം നൽകുന്നത് നാം കാണുന്നു.
എങ്ങനെ വന്നതാണ് മാറ്റം? ആ മേഖലയിൽ ഫലപ്രദമായ ഇടപെടലുണ്ടായി. 5000 കോടിയോളം രൂപ പൊതുവിദ്യാഭ്യാസ രംഗത്ത് തന്നെ ചെലവഴിക്കുന്ന നിലയുണ്ടായി. അതിൻ്റെ ഭാഗമായി കെട്ടിടങ്ങൾ നവീകരിച്ചു, ആവശ്യമായ സൗകര്യങ്ങൾ, ലാബും ലൈബ്രറിയും, കുട്ടികൾക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങളും എല്ലാം ഒരുങ്ങി. ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ്സുകളായി, സ്കൂൾ ഹൈടെക്കായി. വലിയ മാറ്റം വന്നതിൻ്റെ ഭാഗമായി കൊഴിഞ്ഞുപോയതിനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കേണ്ടി വന്നില്ല. അതിനു പകരം 10 ലക്ഷം കുട്ടികൾ പുതുതായി പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുന്ന ചിത്രവും നാം കണ്ടു. അപ്പോൾ ആ രംഗം LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് കൃത്യമായി തന്നെ നടപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. കേരളത്തിൻ്റെ അഭിമാനകരമായ മറ്റൊരു രംഗമാണ് ആരോഗ്യരംഗം. ആ ആരോഗ്യരംഗം 2016 ആയപ്പോൾ തകർന്നു പോയിരുന്നു. നമ്മുടെ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, സ്റ്റാഫില്ല, മരുന്നില്ല, അവിടെ വേണ്ട ഒന്നുമില്ല. ഇത്തരമൊരു പരിതാപകരമായ അവസ്ഥ. അവിടെയാണ് LDF അധികാരത്തിൽ വന്ന് ആ രംഗം ശാക്തീകരിക്കുന്നതിനായുള്ള ഇടപെടൽ നടത്തിയത്. നേരത്തെ പറഞ്ഞ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനമാണ് നടന്നതെങ്കിൽ ആരോഗ്യരംഗത്ത് ആർദ്രം എന്ന പേരിലൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറുന്നു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുങ്ങുന്നു. മെഡിക്കൽ കോളേജുകൾക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാനുകൾ സജ്ജമാകുന്നു. മാറ്റം എങ്ങനെ? അതാണ് നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്.